ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ കൾച്ചറൽ സ്റ്റഡീസ് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, സോ cultural studies is an interdisciplinary field that examines the political dynamics of contemporary culture and its historical foundations. അപ്പോൾ കണ്ടംപററി കൾച്ചർ, ഇപ്പോഴുള്ള കൾച്ചറും അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻസും അങ്ങനത്തെ സ്റ്റഡി, കൾച്ചറിൻ്റെ ഒരു സ്റ്റഡിയാണ് കൾച്ചറൽ സ്റ്റഡീസ്. കൾച്ചറൽ സ്റ്റഡീസ് എമേർജ് ടു എക്സാമിൻ ദ ഡിവേഴ്സ് മാനിഫെസ്റ്റേഷൻസ് ഓഫ് കൾച്ചർ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഓഫ് സൊസൈറ്റിയിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൾച്ചേഴ്സിൻ്റെ ഒരു എക്സാമിനേഷൻ, അതിൻ്റെ ഒരു സ്റ്റഡിയാണ് കൾച്ചറൽ സ്റ്റഡീസ്. Theorists observed that social, economic and political forces and power structures control the production of cultural materials including literature. അപ്പം കൾച്ചറൽ മെറ്റീരിയൽസ്, ലിറ്ററേച്ചറിനെ പോലെയുള്ള കൾച്ചറൽ മെറ്റീരിയൽസ്, ലിറ്ററേച്ചർ ഒരു കൾച്ചറൽ മെറ്റീരിയലാണ്, അതുപോലെയുള്ള കൾച്ചറൽ മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷനെ ഈ പവർ സ്ട്രക്ചേഴ്സ്, പൊളിറ്റിക്കൽ ഫോഴ്സസ് അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് ലിറ്റററി തിയറിസ്റ്റുകളുടെ ഫൈൻഡിങ്സ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫോഴ്സസിൻ്റെ കൺട്രോൾ ഇല്ലാതെ കൾച്ചറൽ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവരുടെ ഫൈൻഡിങ്സ്. സോ കൾച്ചറൽ സ്റ്റഡീസ് എമേർജ്ഡ് ഇൻ ബ്രിട്ടൻ ഇൻ ദ ലേറ്റ് 1950s ആസ് എ റിസൾട്ട് ഓഫ് ദ സ്റ്റഡീസ് ആൻഡ് ഐഡിയേഷൻ ഓഫ് റിച്ചാർഡ് ഹൊഗാർട്ട് ആൻഡ് റെയ്മണ്ട് വില്യംസ്, ഹു വെർ ലേറ്റർ ജോയിൻഡ് ബൈ സ്റ്റുവാർട്ട് ഹാൾ. അപ്പോൾ ഈ കൾച്ചറൽ സ്റ്റഡീസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1950s റിച്ചാർഡ് ഹൊഗാർട്ട്സും റെയ്മണ്ട് വില്യംസും അവരുടെ സ്റ്റഡീസ്, അവരുടെ എസ്സേയിലൂടെയൊക്കെയാണ് ഈ ഒരു കൾച്ചറൽ സ്റ്റഡീസ് വരുന്നത്. ലേറ്റർ അതിലേക്ക് സ്റ്റുവാർട്ട് ഹാളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നൗ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പം അതിൽ നമ്മൾ ഓർക്കേണ്ട വർക്ക്സാണ് റോളൻ ബാത്തിൻ്റെ മെത്തോളജീസ്, റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി, റിച്ചാർഡ് ഹൊഗാർട്ട്സിൻ്റെ ദ യൂസസ് ഓഫ് ലിറ്ററസി. ഈ വർക്ക്സൊക്കെയാണ് കൾച്ചറൽ തിയറിയുടെ എമർജൻസിന് കാരണം. അപ്പം ഇയേഴ്സ് നോക്കിയാൽ കാണാം, മെത്തോളജീസ് റോളൻ ബാത്തിൻ്റെ മെത്തോളജീസ് 1957, റിച്ചാർഡ് ഹൊഗാർട്ട്സിൻ്റെ ദ യൂസസ് ഓഫ് ലിറ്ററസിയും 1957, റെയ്മണ്ട് വില്യംസിൻ്റെ കൾച്ചർ ആൻഡ് സൊസൈറ്റി 1958. അപ്പോൾ ഈ വർക്ക്സൊക്കെ വന്നപ്പം കൾച്ചറൽ സ്റ്റഡീസ് ഇങ്ങനെ എമേർജ് ചെയ്ത് വന്നു. നൗ ഇതിൽ റെയ്മണ്ട് വില്യംസും റിച്ചാർഡ് ഹൊഗാർട്ട്സും ദേ ആർ ഫ്രം എ വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ട്, ഒരു വർക്കിംഗ് ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ആർട്ട് വർക്ക് കാര്യങ്ങൾ, അവരുടെ ഒരു കൺസെപ്റ്റ് അവർക്ക് അവരുടെ ഒരു എസ്സേയിലൂടെ കാണിക്കാൻ പറ്റി. ഈ റെയ്മണ്ട് വില്യംസും റിച്ചാർഡ് ഹൊഗാർട്ട്സും കൂടിയാണ് പിന്നീട് CCS രൂപീകരിക്കുന്നത്. CCS എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. ഇറ്റ് വാസ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം. It was found in 1964. It is a research center at the University of Birmingham. യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാമിലുള്ള ഒരു റിസർച്ച് സെൻ്ററാണ് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. ഇപ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പം എപ്പോഴും നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരേണ്ട ഒരു സെൻ്ററാണ് സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്. കോമ്പറേറ്റീവ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് എവിടെയാണെന്നൊക്കെ. സോ ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗ്ഹാം. Now, it gave space for discussion concerning popular fiction, best-selling works, advertisings, films, television programs, rock and rap music, etc. അപ്പം ഈ പോപ്പുലർ ഫിക്ഷന്, ബെസ്റ്റ് സെല്ലിംഗ് വർക്ക്സ്, അഡ്വർടൈസിങ്സ്, TV പ്രോഗ്രാം, റോക്ക് ആൻഡ് റാപ്പ് മ്യൂസിക്, ഇതിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് കൊടുത്തു. അപ്പോൾ അതിന് മുന്നേ ഒക്കെ ഈ ഡിസ്കഷൻസ്, ഈ ടോപ്പിക്കിലെ ഡിസ്കഷൻസ് ഒന്നും അത്ര വാല്യുബിൾ അല്ലായിരുന്നു. അതിനൊന്നും ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ടോ എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു ആൾക്കാർക്ക്. ഓക്കെ, അൺടിൽ ദാറ്റ് ടൈം ഓൾ ദോസ് ഡിസിപ്ലിൻസ് വെർ ലുക്ക്ഡ് ആസ് ലോ, ബട്ട് വിത്ത് CCCS ദേ സ്റ്റാർട്ടഡ് ടു ബി സീൻ ആസ് എ സബ് സെക്ഷൻ ഓഫ് കൾച്ചർ. അപ്പോൾ ഈ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് വന്നു, അതിൻ്റെ അണ്ടറിൽ ഈ ടോപ്പിക്സിലൊക്കെ ഡിസ്കഷൻസ് വന്നപ്പം എന്തായി, ഈ ടോപ്പിക്സൊക്കെ ഒരു കൾച്ചറിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവമായിട്ട് ആൾക്കാർ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. നൗ ഓക്കെ, ദിസ് ഈസ് അബൌട്ട് കൾച്ചറൽ സ്റ്റഡീസ്. കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഇതൊക്കെയാണ്. റെയ്മണ്ട് വില്യംസ്, റിച്ചാർഡ് ഹൊഗാർട്ട്സ്, പിന്നെ സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ്, ഇതൊക്കെയാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പം നിങ്ങളുടെ മെമ്മറിയിലേക്ക് വരേണ്ടത്. ഓക്കെ, now we have to study about Raymond Williams and Stuart Hall. So first, Raymond Williams. He was a Welsh socialist writer and critic.
He is one among new left social theorists. He studied on the notion of culture. Of course, cultural studies എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ റെയ്മണ്ട് വില്യംസിനെ പറ്റി പഠിക്കുമ്പം he will have been studied about culture, right? In his essay, The Analysis of Culture, he offers a three-tier definition of culture. റെയ്മണ്ട് വില്യംസ് അദ്ദേഹത്തിൻ്റെ എസ്സേ ദ അനാലിസിസ് ഓഫ് കൾച്ചറിലാണ് കൾച്ചറിനെ പറ്റി പറയുന്നതും കൾച്ചറിനൊരു 3-tier ഡെഫിനേഷൻ കൊടുക്കുന്നതും. അപ്പോൾ ആ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. അതാണ് ഈ ഐഡിയൽ, ഡോക്യുമെൻ്ററി, സോഷ്യൽ, ഇങ്ങനെ 3-tier ഡെഫിനേഷൻസ് കൾച്ചറൽ തിയറിക്ക് ഉണ്ട് എന്നാണ് റെയ്മണ്ട് വില്യംസ് തരുന്ന ഡെഫിനേഷൻസ് ആണ്. ഓക്കെ, സോ ഐഡിയൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. It refers to a state or process of human perfection that has been carried out by works of universal validity and possesses permanence. Okay, അത് അർണോൾഡിൻ്റെ ഐഡിയാസ് റിസംബിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ഡെഫിനേഷൻ. അപ്പോൾ കൾച്ചറിൻ്റെ ഒരു ഐഡിയൽ ഡെഫിനേഷനാണിത്. എന്താ ഇതിൽ പറയുന്നത്? അത് ഹ്യൂമൻ പെർഫെക്ഷൻ്റെ ഒരു പ്രോസസ്സോ ഒരു സ്റ്റേറ്റും ആണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്, ഒരു പെർമനൻസ് ഉണ്ട്. അതൊക്കെ ഉള്ള ഒരു ഹ്യൂമൻ പ്രോസസ്സോ ഒരു സ്റ്റേറ്റോ ഒക്കെയാണ് ഈ കൾച്ചർ എന്നാണ് പറയുന്നത്. നൗ നെക്സ്റ്റ് ഡെഫിനിഷൻ, ഡോക്യുമെൻ്ററി. റെക്കോർഡഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ഇൻ ദ ഫോം ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആർ ദ സബ്ജക്ട്സ് ഓഫ് അനാലിസിസ്. കൾച്ചർ എന്ന് പറയുമ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് റെക്കോർഡഡ് ഹ്യൂമൻ എക്സ്പീരിയൻസസ്, പ്രീവിയസ് ആയിട്ടുള്ള കഴിഞ്ഞു പോയ ഹ്യൂമൻ എക്സ്പീരിയൻസസ്, അത് ആർട്ടിൻ്റെയും ലിറ്ററേച്ചറിൻ്റെയും ഒക്കെ ഫോമിൽ റെക്കോർഡ് ചെയ്യുന്നതൊക്കെയാണ്. അതിൻ്റെയൊക്കെ സ്റ്റഡിയാണ് ഈ കൾച്ചറിൽ വരുന്നത്. The analysis is done by criticism aiming at the discovery of ideal culture. അപ്പോൾ ഐഡിയൽ കൾച്ചർ ഡിസ്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലിറ്ററേച്ചർ വർക്ക്സിലൊക്കെ ഹ്യൂമൻസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ച ലിറ്ററേച്ചർ വർക്ക്സ്, ആർട്ട് വർക്ക്സും ഒക്കെ സ്റ്റഡി ചെയ്യാം. എന്തിന്? ഐഡിയൽ കൾച്ചർ ഡിസ്കവർ ചെയ്തെടുക്കാനുള്ള. അപ്പം അതാണ് കൾച്ചറിന് കൊടുത്ത മറ്റൊരു ഡെഫിനേഷൻ. നെക്സ്റ്റ്, സോഷ്യൽ. നെക്സ്റ്റ് ഡെഫിനേഷൻ ഇസ് സംവാട്ട് സോഷ്യൽ. This part studies a particular way of culture to classify the implicit and explicit meanings and values of it. അപ്പോൾ കൾച്ചറിൻ്റെ ഒരു സോഷ്യൽ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ആ മീനിങ്സും വാല്യൂസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ, ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റഡി. സോ ദീസ് ആർ ദ 3-tier definitions by Raymond Williams in his work The Analysis of Culture. Now, in his book Preface to Film, he introduced the term structures of feelings. Raymond Williamsൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ്. പ്രിഫസ് ടു ഫിലിം എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ആ ഒരു ടേം കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് മീനിങ്സ് ആൻഡ് വാല്യൂസ് ദാറ്റ് ആർ ലിവ്ഡ് ആൻഡ് ഫെൽറ്റ്. നമ്മൾ ലിവ് ചെയ്ത് നമ്മൾ ഫീൽ ചെയ്യുന്ന മീനിങ്സിനെയും വാല്യൂസിനുമായിട്ട് റിലേറ്റ് ചെയ്താണ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സ്. ആക്ച്വലി ഓരോരുത്തരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ അത് തന്നെയാണ് അതിൽ വരുന്നത്. ഓക്കെ, കൾച്ചർ ഡിപ്പെൻഡ്സ് ഓൺ ദാറ്റ് എന്നുള്ള രീതിയിൽ. ദ ടേം റെഫേഴ്സ് ടു ദ വേരിയസ് വേസ് ഓഫ് തിങ്കിങ് ദാറ്റ് സ്ട്രഗിൾ ടു എമേർജ് അറ്റ് എനി വൺ പെർട്ടിക്കുലർ ടൈം ഇൻ ഹിസ്റ്ററി. അപ്പോൾ ഹിസ്റ്ററിയിലെ ഓരോ പീരിയഡിലും ആൾക്കാരുടെ ഫീലിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ദർ ആർ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സ്. അപ്പോൾ ഏത് പെർട്ടിക്കുലർ ടൈമിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്ട്രഗിളൊക്കെയാണ് അദ്ദേഹം ആ ഒരു വേർഡിലൂടെ ഉദ്ദേശിച്ചത്. വെൻ ജനറേഷൻസ് ചേഞ്ച്, സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സ് വിൽ ഓൾസോ ചേഞ്ച്. ഇതാണ് നമ്മൾ പറഞ്ഞത്. ജനറേഷൻസ് ചേഞ്ച് ചെയ്യുമ്പം ആ പീപ്പിളിൻ്റെ സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സ് വിൽ ഓൾസോ ചേഞ്ച്. നൗ സ്റ്റുവർട്ട് ഹാൾ. So next important critic is Stuart Hall. He was a Jamaican British critic. The encoding or decoding model of communication was first developed by him. Stuart Hall ആണ് the encoding and decoding model of communication ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു എസ്സേൻ്റെ ഒരു പേര് എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇൻ ദ ടെലിവിഷൻ ഡിസ്കോഴ്സ് എന്നാണ്. It offers a theoretical approach to how media messages are produced, ഡിസെമിനേറ്റഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. അപ്പം മീഡിയ മെസ്സേജസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ് ഇൻ ദ ടെലിവിഷൻ ഡിസ്കോഴ്സ് എന്നുള്ള സ്റ്റഡിയിൽ അദ്ദേഹം സ്റ്റഡി ചെയ്തത്. Now he looked more into popular culture. It is generally recognized as a set of practices, beliefs and objects that are dominant or prevalent in a society. അപ്പോൾ സ്റ്റുവർട്ട് ഹാള് കൂടുതൽ സ്റ്റഡി ചെയ്തത് പോപ്പുലർ കൾച്ചറിനെ പറ്റിയാണ്. റാദർ ദാൻ സിംപ്ലി കൾച്ചറിനെ പറ്റി സ്റ്റഡി ചെയ്യുന്നതിന് പകരം പോപ്പുലർ കൾച്ചറിനെ പറ്റി.
പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രാക്ടീസ് ഓർ ബിലീഫ്സ് ദാറ്റ് ഇസ് ഡൊമിനൻ്റ് ഇൻ എ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഡൊമിനൻ്റ് ആയി നിൽക്കുന്ന പ്രാക്ടീസസ് ഒക്കെയാണ് പോപ്പുലർ കൾച്ചർ. അപ്പം അത് അദ്ദേഹം നോട്ട്സ് ഓൺ ഡിസ്ട്രക്റ്റിംഗ് ദ പോപ്പുലർ എന്ന് പറയുന്ന എസ്സേയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ പോപ്പുലർ കൾച്ചർ എന്നുള്ള കൺസെപ്റ്റിനെ പറ്റി. Now in cultural studies 2 paradigms he discusses about 2 paradigms. അപ്പം അദ്ദേഹത്തിൻ്റെ മറ്റൊരു വർക്കാണ് കൾച്ചറൽ സ്റ്റഡീസ് 2 paradigms. അതിൽ 2 പാരഡൈംസിനെ പറ്റി അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ പാരഡൈംസ് കൾച്ചറലിസവും സ്ട്രക്ചറലിസവും ആണ്. ഓക്കെ, സോ ദോസ് ആർ ദ 2 paradigms. Culturalism is concentrated on experiences that we gain from our life when we live in accordance with a culture. Structuralism claims experience is itself merely an effect of culture. അപ്പോൾ കൾച്ചറലിസം എന്ന് പറയുന്നത് എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു സിറ്റുവേഷനിൽ ജീവിക്കുമ്പം നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസുകളിൽ നിന്നാണ് അത് സ്റ്റഡി ചെയ്യുന്നത്. ഒരാ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ദ എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്ട്രക്ചറലിസം വരുന്നത്. സ്ട്രക്ചറലിസം ക്ലെയിംസ് എക്സ്പീരിയൻസസ് ഇറ്റ് സെൽഫ് മിയർലി ആൻ എഫക്റ്റ് ഓഫ് കൾച്ചർ. എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് തന്നെ കൾച്ചറിൻ്റെ ഒരു എഫക്റ്റാണ്. എക്സ്പീരിയൻസസ് കാരണം ഉണ്ടായി വരുന്ന ഒരു സംഭവമല്ല കൾച്ചർ, എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് കൾച്ചറാണ് എന്നാണ് സ്ട്രക്ചറലിസ്റ്റുകളുടെ ബിലീഫ്. കൾച്ചറലിസം ഇൻസിസ്റ്റ് ഓൺ ഇൻഡിവിജ്വാലിറ്റി വൈൽ സ്ട്രക്ചറലിസം ഇൻസിസ്റ്റ് ഇൻഡിവിജ്വാലിറ്റി മസ്റ്റ് ബി അക്കൗണ്ടഡ് ആസ് പാർട്ട് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനെ പറ്റി പറയുന്ന പോലെ തന്നെ കൾച്ചറലിസം എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റിയാണ്. എക്സ്പീരിയൻസിൽ നിന്ന് ഓരോരുത്തർക്കും ഫീൽ ചെയ്യുന്നത്, അതാണ് കൾച്ചറലിസം സ്റ്റഡി ചെയ്യുന്നത്. ഒരു സ്ട്രക്ചറലിസം ഇൻസിസ്റ്റ് ഇൻഡിവിജ്വാലിറ്റി മസ്റ്റ് ബി അക്കൗണ്ടഡ് ആസ് പാർട്ട് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. ഇൻഡിവിജ്വാലിറ്റീസ്, ആ ഒരു എക്സ്പീരിയൻസസ് വരെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കൾച്ചർ എന്നാണ് സ്ട്രക്ചറലിസ്റ്റിൻ്റെ ബിലീഫ്. So simply these are the things you have to remember in cultural studies. ഇപ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ കൾച്ചറൽ സ്റ്റഡീസ് എന്താണ്, റൈമൺ വില്യംസ്, റിച്ചാർഡ് ഹൊഗാർട്സ് അവരുടെ വർക്ക്സ്, സെൻറ്റർ ഫോർ കണ്ടംപററി കൾച്ചറൽ സ്റ്റഡീസ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബർമിംഗാം. പിന്നെ റൈമൺ വില്യംസിൻ്റെ 3 ടയർ ഡെഫിനിഷൻ ഏത് വർക്കിലാണ്, സ്റ്റുവാർട്ട് ഹാളിൻ്റെ ഐഡിയാസ്, സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിങ്സ്, ഈ 2 പാരഡൈംസ് കൾച്ചറലിസം സ്ട്രക്ചറലിസം, ഇതൊക്കെയാണ് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, so that's all about this topic. If you have any doubts, you can clarify in the comment section. Thank you.